ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 12 ഭക്തിയോഗം. യസ്മാന്നോ ദ്വിജത്തെ ലോകഃ ലോകാന്നോ ദ്വിജത്തെ ച യഃ ഹർഷാമർഷഭയോദ്വേഗൈഃ മുക്തോ യസ്സ ച മേ പ്രിയഃ. ഏതൊരാൾ നിമിത്തം ജീവജാലങ്ങൾ വ്യാകുലപ്പെടാൻ ഇടവരുന്നില്ലയോ, ഏതൊരുവൻ ജീവജാലങ്ങളിൽ നിന്ന് വ്യാകുലനായി തീരുന്നില്ലയോ, ഏതൊരുവൻ സന്തോഷം, അസൂയ, ഭയം, ഉത്കണ്ഠ എന്നിവയിൽ നിന്നും മുക്തനാണോ, അങ്ങനെയുള്ളവൻ എനിക്ക് പ്രിയനാകുന്നു. സമുദ്രത്തിൽ ജീവിക്കുന്ന ജീവികൾ സമുദ്രത്തെയോ സമുദ്രം ഈ ജീവികളെയോ ഭയപ്പെടാത്തതുപോലെ ഇപ്രകാരമുള്ള ഒരുവൻ ഉന്മത്തമായ ഈ ജഗത്തിനെപ്പറ്റി ഖിന്നനാവുകയോ ഈ ജഗത്ത് അവനെപ്പറ്റി വേദനിക്കുകയോ ചെയ്യുന്നില്ല. ജീവജാലങ്ങളിൽ അവൻ്റെ സ്വന്തം ആത്മാവ് തന്നെ വസിക്കുന്നുവെന്ന് അവൻ അറിയുന്നു. തന്മൂലം ശരീരം അതിൻ്റെ അവയവങ്ങളെ കൊണ്ട് ഒരിക്കലും ആയാസപ്പെടാത്തതുപോലെ ഒരു ജീവിയെക്കൊണ്ടും ഒരിക്കലും അവൻ അവശനാവുകയില്ല. യഥാർത്ഥത്തിൽ ജഗത്തിനെ അവൻ കരുതുന്നത് അവൻ്റെ സ്വന്തം ദേഹം പോലെയാണ്. അതുകൊണ്ട് എല്ലാവിധത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളിലും പ്രിയത്തിലും അപ്രിയത്തിലും ഹർഷത്തിലും അമർഷത്തിലും നിന്ന് അവൻ മോചിതനായിരിക്കുന്നു. ദ്വന്ദ്വനിർമുക്തരും ഭയോദ്വേഗരഹിതരും അതിനുപരിയായി എന്നോട് ഭക്തിയുള്ളവരും ആയ അവർ എല്ലാം എന്നിൽ അർപ്പിച്ചിട്ടുള്ളവരാണ്. അപ്രകാരമുള്ള ഭക്തന്മാരിൽ ഞാൻ മോഹിതനാണ്. ഞാൻ എങ്ങനെയാണ് അവരെപ്പറ്റി വർണ്ണിക്കുന്നത്? അവർ എൻ്റെ ജീവൻ്റെ ജീവനാണ്. അവർ ആത്മാനന്ദം കൊണ്ട് സംതൃപ്തരാണ്. പരമാത്മാവ് അവരിൽ വസിക്കുന്നു. അവർ പൂർണ്ണത്വത്തിൻ്റെ അധിനായകന്മാരാണ്. അനപേക്ഷശുചിർദക്ഷഃ ഉദാസീനോ ഗതവ്യഥഃ സർവാരംഭപരിത്യാഗി യോ മദ്ഭക്തഃ സ മേ പ്രിയഃ. ഒന്നിൻ്റെയും ആവശ്യമില്ലാത്തവനും അകവും പുറവും ശുദ്ധിയുള്ളവനും കർമ്മകുശലനും ഒന്നിലും പ്രത്യേക താല്പര്യമില്ലാത്തവനും വ്യാകുലത ഇല്ലാത്തവനും സ്വാർത്ഥപരമായി ഒരു കർമ്മവും ആരംഭിക്കാത്തവനുമായ എൻ്റെ ഭക്തൻ ആരോ അവൻ എനിക്ക് പ്രിയനാകുന്നു. ഇപ്രകാരമുള്ളവർ എല്ലാ അപേക്ഷകളിൽ അഥവാ സംബന്ധങ്ങളിൽ നിന്ന് സ്വതന്ത്രരാണ്. അവരുടെ മനസ്സിൽ സുഖം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഗംഗ പവിത്രയാണ്. എല്ലാ പാപങ്ങളും താപങ്ങളും ഗംഗയിൽ മുങ്ങുമ്പോൾ അതിൻ്റെ ജലം കൊണ്ട് അകറ്റപ്പെടുന്നു. എങ്കിലും മുങ്ങിച്ചാകാനുള്ള അപകട സാധ്യത അവിടെയുണ്ട്. കാശി എല്ലാവർക്കും മോക്ഷം നൽകുമെന്നത് പ്രസിദ്ധമാണ്. എന്നാൽ അവിടെ എത്തുന്നവരുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുമ്പോഴാണ് മോക്ഷം ലഭിക്കുന്നത്. ഹിമാലയത്തിലെത്തുമ്പോൾ എല്ലാ പാപങ്ങളും അപ്രത്യക്ഷമാകുന്നു. പക്ഷേ അവിടേക്കുള്ള യാത്ര ജീവന് അപകടം സംഭവിക്കാവുന്ന വഴിയിൽ കൂടിയാണ്. എന്നാൽ ഭക്തന്മാരായ സജ്ജനങ്ങളുടെ പരിശുദ്ധതയിൽ ഈ മാതിരി അപകട സാധ്യതകളൊന്നുമില്ല. ഭക്തിയുടെ ആഴം അഗാധമാണ്. എന്നാലും ഭക്തിയിൽ മുങ്ങുന്ന ഒരുവൻ മുങ്ങി മരിക്കുകയില്ല. മരിക്കാതെ തന്നെ അവന് മോക്ഷം ലഭിക്കുന്നു. ഗംഗയുടെ പാപം പോലും വിശുദ്ധന്മാരുടെ സ്പർശനം കൊണ്ട് നീങ്ങിപ്പോകുന്നു. അപ്പോൾ പിന്നെ അപ്രകാരമുള്ളവരുടെ സഹവാസം കൊണ്ട് എന്ത് തന്നെ ശുദ്ധീകരിക്കപ്പെടുകയില്ല? പുണ്യതീർത്ഥങ്ങളുടെ അടിസ്ഥാനം തന്നെ പവിത്രതയാണ്. എൻ്റെ ഭക്തന്മാർ അപ്രകാരമുള്ള പുണ്യതീർത്ഥങ്ങളാണ്. അവർ മറ്റുള്ളവരുടെ മനോമാലിന്യങ്ങളെയും കഴുകിക്കളയുന്നു. അവർ ബാഹ്യമായും ആന്തരികമായും സൂര്യകിരണങ്ങൾ പോലെ പരിശുദ്ധരാണ്. അവർ ദൃഷ്ടിഗോചരമല്ലാത്ത വസ്തുക്കളെ കാണുന്നതിന് ശക്തിയുള്ളവരെ പോലെ സാധാരണക്കാരന് കാണാൻ കഴിയാത്ത എൻ്റെ പരമസത്യത്തെ എല്ലായിടത്തും ദർശിക്കുന്നു. വ്യാപകമായ വാനം ഉദാസീനമായിരിക്കുന്നത് പോലെ എൻ്റെ ഭക്തന്മാരുടെ മനസ്സും ഒരിടത്തും ഒട്ടാതെ സർവ്വവ്യാപിയായി വർത്തിക്കുന്നു. വ്യാധൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട വിഹംഗത്തിന് യാതൊരു ഭയവുമില്ല. അതുപോലെ സംസാര വ്യഥകളിൽ നിന്ന് മുക്തരായ അവർ എല്ലാറ്റിനെയും ഉദാസീന ഭാവത്തോടെ വീക്ഷിക്കുന്നു. ജീവനറ്റ ശരീരത്തിൽ ലജ്ജയില്ലാത്തതുപോലെ അവർക്ക് യാതൊരു ഉത്കണ്ഠയും ഇല്ല.
അവർ സന്തത സുഖികളാണ്. വിറകുകൊള്ളി ഇട്ടുകൊടുത്തില്ലെങ്കിൽ അഗ്നി സ്വയം കെട്ടടങ്ങുന്നത് പോലെ യാതൊരു അഹന്തയുമില്ലാതെ അവർ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. ഇപ്രകാരമുള്ള ഒരുവന് ആത്മസാക്ഷാത്കാരത്തിന് മുൻകൂറായി ഉണ്ടായിരിക്കേണ്ട പരമശാന്തി ലഭിക്കുന്നു. അവൻ്റെ നാമം മോക്ഷാർഹരായവരുടെ പട്ടികയിൽ എഴുതി ചേർത്തിരിക്കുന്നു. താനും പരമ്പൊരുളും ഒന്നാണെന്നുള്ള സോഹം ഭാവം കൊണ്ട് അവൻ ദ്വന്ദ്ഭാവത്തിൻ്റെ മറുകര എത്തിച്ചേരുന്നു. അതിനുശേഷം ഭക്തിസുഖം ആസ്വദിക്കുന്നതിനു വേണ്ടി അവനെ തന്നെ രണ്ടായി വിഭജിച്ച് ദേവൻ്റെയും ഭക്തൻ്റെയും ദ്വൈതഭാവങ്ങൾ സൃഷ്ടിക്കുകയും അവൻ ഭക്തൻ്റെ ഭാവം സ്വീകരിച്ച് ഒരു മാതൃകാ ഭക്തനായി സമഞ്ജസമായ ഭക്തിയുടെ മാതൃക കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. അപ്രകാരമുള്ള ഭക്തന്മാർ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഞാൻ അവരിൽ ആസക്തനാണ്. അവർ എൻ്റെ വാസസ്ഥാനമാണ്. അവരിൽ എത്തിച്ചേരാതെ ഞാൻ സന്തോഷവാനല്ല. അവർക്ക് വേണ്ടി ഞാൻ അവതാരങ്ങൾ കൈക്കൊള്ളുന്നു. അവർക്ക് വേണ്ടി ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നു. എൻ്റെ ജീവപ്രാണൻ കൊണ്ട് തന്നെ ഞാൻ അവർക്ക് ആരതി ഒഴിയുന്നു. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗി ഭക്തിമാന്യഃ സ മേ പ്രിയഃ. ആര് ഇഷ്ടവസ്തുലാഭത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നില്ലയോ, അനിഷ്ടപ്രാപ്തിയിൽ ദ്വേഷിക്കുന്നില്ലയോ, ഇഷ്ടവിയോഗത്തിൽ ദുഃഖിക്കുന്നില്ലയോ, ഭോഗ്യവസ്തുക്കളെ ആഗ്രഹിക്കുന്നില്ലയോ, ഭേദഭാവനകളെ അതായത് നന്മതിന്മകളെ വെടിഞ്ഞ ആ ഭക്തൻ എനിക്ക് പ്രിയനാകുന്നു. അമൂല്യവും ആനന്ദകരവുമായ ആത്മസുഖം കൈവരിക്കുന്നതാണ് മറ്റെല്ലാറ്റിനെയും കാൾ ഉത്കൃഷ്ടമെന്ന് അവർ കരുതുന്നതുകൊണ്ട് വിഷയസുഖങ്ങളിൽ നിന്ന് അവർക്ക് യാതൊരു സുഖവും ലഭിക്കുകയില്ല. ദ്വന്ദ്ഭാവം ഇല്ലാതാവുകയും ഈ ജഗത്ത് താനാണെന്നുള്ള അവബോധം ഉള്ളിൽ നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ആരോടും ഒരു വിദ്വേഷവുമില്ല. തങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്വന്തമായി ലഭിച്ചിട്ടുള്ളത് ഒരു കൽപ്പാന്തകാലത്തിൻ്റെ അവസാനത്തിൽ പോലും നഷ്ടപ്പെടുകയില്ലെന്ന് പൂർണ്ണ ബോധ്യം വന്നവരായതുകൊണ്ട് ഈ ലോകത്തിൽ എന്ത് നഷ്ടപ്പെടാനിടയായാലും അവർക്ക് ഖേദമില്ല. ഏറ്റവും അമോഘമായ ബ്രഹ്മത്തെ നേടിക്കഴിഞ്ഞ അവർക്ക് മറ്റൊന്നിലും ആഗ്രഹമില്ല. രാവെന്നും പകലെന്നും പകലോൻ പരിഗണിക്കാത്തതുപോലെ നന്മ തിന്മകൾ തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി അവർ ചിന്തിക്കാറില്ല. ഏറ്റവും ശ്രേഷ്ഠമായ ആത്മസാക്ഷാത്കാരം ലഭിക്കുകയും നിഷ്കാമരായി പ്രവർത്തിക്കുകയും എപ്പോഴും എന്നിലുള്ള ഭക്തിയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തൻ എൻ്റെ സ്വജനങ്ങളെക്കാളും എനിക്ക് പ്രിയങ്കരനാണ്. അല്ലയോ അർജുന, നിന്നാണേ ഇത് സത്യമാണ്. സമശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോഃ ശീതോഷ്ണസുഖദുഃഖേഷു സമസ്സംഗവിവർജിതഃ തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിരമതിഃ ഭക്തിമാൻ മേ പ്രിയോ നരഃ. ശത്രുവിലും മിത്രത്തിലും തുല്യ സ്വഭാവമുള്ളവനും മാനത്തിലും അപമാനത്തിലും സമനില കൈവിടാത്തവനും ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിവയിൽ ഒരേ നിലയിൽ ഇരിക്കുന്നവനും ഒന്നിനോടും എൻ്റേത് എന്ന ഭാവമില്ലാത്തവനും നിന്ദയും സ്തുതിയും ഒരുപോലെ കരുതുന്നവനും സംഭാഷണം ചുരുക്കിയവനും സ്ഥിരമായ വാസസ്ഥാനമില്ലാത്തവനും ഭഗവാനിൽ ഉറച്ച ബുദ്ധിയുള്ളവനും ഭക്തിമാനുമായ മനുഷ്യൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. അല്ലയോ അർജുന, ഇപ്രകാരമുള്ള ഭക്തന് ഒരിക്കലും ഭേദചിന്ത ഇല്ലാത്തതുകൊണ്ട് ശത്രുവും മിത്രവും അയാൾക്ക് ഒരുപോലെയാണ്. ഒരു വൃക്ഷം വെച്ചു പിടിപ്പിച്ചവനും വെട്ടി നശിപ്പിക്കുന്നവനും ഒരുപോലെ തണലേകുന്നു. കരിമ്പ് കൃഷി ചെയ്യുന്നവനും ആട്ടുന്നവനും അതിൻ്റെ മധുരം ഒരുപോലെയാണ് അനുഭവപ്പെടുന്നത്. ശത്രുമിത്രങ്ങളോടും മാനാപമാനങ്ങളോടും അവന് തുല്യ മനോഭാവമാണുള്ളത്. എല്ലാ കാലാവസ്ഥയിലും ആകാശം ഒരേ രീതിയിലായിരിക്കുന്നത് പോലെ അവൻ ഉഷ്ണവും ശീതവും ഒരേ വിധത്തിൽ കരുതുന്നു. തെക്കൻ കാറ്റിനെയും വടക്കൻ കാറ്റിനെയും മഹാമേരു പർവ്വതം അചഞ്ചലമായി അഭിമുഖീകരിക്കുന്നത് പോലെ സുഖത്തെയും ദുഃഖത്തെയും അവൻ നിർവികാരനായി നേരിടുന്നു. സുധാകരൻ തൻ്റെ കുളിർമയുള്ള കിരണകന്തളങ്ങൾ ഭൂപാലനിലും ഭിക്ഷുവിലും ഒരേ വിധത്തിൽ ചൊരിയുന്നത് പോലെ അവൻ എല്ലാ ജീവജാലങ്ങളോടും ഒരേ വിധത്തിൽ പെരുമാറുന്നു.
ഭൂമിയിലുള്ളവരെല്ലാവരും ജലത്തിനു വേണ്ടി കാക്ഷിക്കുന്നത് പോലെ ജഗത്രയങ്ങളും അവനെ സ്നേഹിക്കുകയും അവരുടെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം എൻ്റെ ഭക്തൻ ആന്തരികവും ബാഹികവുമായ എല്ലാ വിഷയസുഖങ്ങളോടുമുള്ള മമതയും സ്നേഹവും ഉപേക്ഷിച്ചിട്ട് അവൻ്റെ ചിത്തം എൻ്റെ സ്വരൂപത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഏകാന്തനായി ജീവിക്കുന്നു. ആകാശം ഒന്നുകൊണ്ടും മലീമസമാകാത്തതുപോലെ അവൻ നിന്ദ കേട്ടാൽ നീരസപ്പെടുകയോ പ്രശംസ കേട്ടാൽ പ്രഹൃഷ്ടനാവുകയോ ചെയ്യുകയില്ല. നിന്ദയും സ്തുതിയും ഒരേ കണക്കിലെടുത്തുകൊണ്ട് ഉദാസീനനായി ജനങ്ങളുടെ ഇടയിലും വിജന പ്രദേശത്തും വായുവിനെപ്പോലെ സ്വതന്ത്രനായി സഞ്ചരിക്കുന്നു. സകലവിധ സങ്കല്പങ്ങളിൽ നിന്നും മുക്തനായ അവൻ ഉന്മാദാവസ്ഥയിലാണ്. ആകയാൽ അവൻ്റെ സംസാരം സത്യമെന്നോ അസത്യമെന്നോ തോന്നിയാലും അത് അവൻ്റെ മൗനത്തെ അശേഷം ബാധിക്കുകയില്ല. വർഷമില്ലെങ്കിലും വാരിധി വറ്റി വരളാത്തതുപോലെ അവൻ ലാഭത്തിൽ ആനന്ദം കൊള്ളുകയോ നഷ്ടത്തിൽ വിഷാദിക്കുകയോ ചെയ്യുകയില്ല. എപ്പോഴും ചരിച്ചുകൊണ്ടിരിക്കുന്ന വായുവിന് സ്ഥിരമായ വാസസ്ഥാനം ഇല്ലാത്തതുപോലെ അവൻ ആശ്രയസ്ഥാനം നേടുന്നില്ല. ജഗത്ത് മുഴുവനും അവൻ്റെ വിശ്രാന്തി സ്ഥലമാണെന്ന് അവൻ കരുതുകയും അതിലുള്ള സകല ചരാചരങ്ങളുമായി അവൻ ഐക്യം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി എന്നെ ഭജിക്കുന്നതിൽ മാത്രമാണ് അവന് ആസ്ഥയുള്ളത്. ആകയാൽ ഞാൻ അവനെ മകുടമായി എൻ്റെ ശിരസിലണിയുന്നു. ഇതുപോലെ ശ്രേഷ്ഠനായ ഒരുവൻ്റെ മുന്നിൽ ജനങ്ങൾ തലകുനിക്കുന്നതിൽ എന്തെങ്കിലും അത്ഭുതപ്പെടാനുണ്ടോ? അവൻ്റെ പാദസ്പർശമേറ്റ പുണ്യജലം പോലും ജഗത്രയങ്ങൾ ആരാധിക്കുന്നു. ഒരു ഭക്തന് ഈശ്വരനോടുള്ള വിശ്വാസം അഥവാ ശ്രദ്ധ എപ്രകാരമായിരിക്കണമെന്ന് അറിയണമെങ്കിൽ പരമഗുരുവായ സദാശിവനെ തന്നെ ഗുരുവായി സ്വീകരിച്ച് പഠിക്കണം. പരമശിവനെ പ്രകീർത്തിക്കുന്നത് എന്നെ പ്രകീർത്തിക്കുന്നത് പോലെ തന്നെയാണ്. അതങ്ങനെ നിൽക്കട്ടെ. ഞാൻ എൻ്റെ ഭക്തനെ എൻ്റെ ശിരസിൽ വഹിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഭക്തന്മാർ പുരുഷാർത്ഥങ്ങളിൽ നാലാമത്തേതായ ആത്മസാക്ഷാത്കാരം പാണികളിൽ ഏന്തിക്കൊണ്ട് ഭക്തിയുടെ പാതയിൽ കൂടി മുന്നോട്ടു പോയി ജഗത്തിലാകമാനം ഭക്തിമാർഗത്തിൻ്റെ മഹനീയ മാതൃക കാണിച്ചു കൊടുക്കുന്നു. അവർ കൈവല്യത്തിൻ്റെ അധികാരികളാണ്. ആർക്കൊക്കെ മോക്ഷം നൽകണമെന്നും ആർക്ക് നൽകേണ്ടതില്ലെന്നും തീരുമാനിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. എങ്കിലും ജലത്തിൻ്റെ മാതൃകയിൽ ഈ ഋഷിമാർ ഏറ്റവും താണതലത്തിൽ കഴിച്ചു കൂട്ടുന്നു. തന്മൂലം ഞാൻ ഈ ഋഷിമാരെ വണങ്ങുന്നു. അവരെ എൻ്റെ ശിരസിൽ വയ്ക്കുന്നു. അവരുടെ പാദങ്ങളുടെ അടയാളം എൻ്റെ വക്ഷസിൽ ധരിക്കുകയും ചെയ്യുന്നു. കണ്ണുകളില്ലാത്ത ഞാൻ മനുഷ്യ ചക്ഷസുകൾ സ്വീകരിച്ച് അവരെ വീക്ഷിക്കുന്നു. എൻ്റെ കയ്യിലുള്ള താമരപ്പൂവ് അർപ്പിച്ച് ഞാൻ അവരെ ആരാധിക്കുന്നു. ദൃഢമായി ആലിംഗനം ചെയ്യാൻ വേണ്ടി ഞാൻ ചതുർബാഹുവായി രൂപമെടുക്കുന്നു. അവരുമായുള്ള സഹവാസത്തിനു വേണ്ടി അരൂപിയായ ഞാൻ സ്വരൂപിയായി അവതരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവരിൽ അത്യന്തം ആസക്തനായതുകൊണ്ട് അവരോട് എനിക്കുള്ള വൈകാരിക ബന്ധം ഉചിതമായ ഉപമ കൊണ്ട് വിശദീകരിക്കാൻ പോലും പ്രയാസമാണ്. ഈ ഋഷിമാരുടെ കഥകൾ കേൾക്കുകയും ഇവരെ സ്തുതിച്ച് പാടുകയും ചെയ്യുന്നവർ പോലും എൻ്റെ ജീവനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അല്ലയോ അർജുന, ഞാൻ നിനക്ക് വിശദീകരിച്ചു തരുന്നത് സമഗ്രമായ ഭക്തിയോഗത്തെ പറ്റിയാണ്. ഈ ഭക്തൻ അത്യന്തം ശ്രേഷ്ഠനാണ്. ഞാൻ അവനിൽ എൻ്റെ സ്നേഹം ചൊരിയുന്നു, അവനെപ്പറ്റി ധ്യാനിക്കുന്നു, അവനെ എൻ്റെ ശിരസിൽ ധരിക്കുകയും ചെയ്യുന്നു. യേ തു ധർമ്മ്യാമൃതമിദം യഥോക്തം പര്യുപാസത്തെ ശ്രദ്ധാനാമത്പരമാഃ ഭക്താസ്തേതീവ മേ പ്രിയാഃ. മേൽ വിവരിച്ച പ്രകാരമുള്ള അമൃതത്വം നേടിത്തരുന്ന ഈ സാധനാ മാർഗത്തെ അതീവ ശ്രദ്ധയോടെ എന്നെ തന്നെ പരമലക്ഷ്യമായി കരുതി ആരൊക്കെ വേണ്ട വിധത്തിൽ ആചരിച്ച് അനുഷ്ഠിക്കുന്നുവോ ആ ഭക്തന്മാർ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവരാണ്. മനോരഞ്ജകവും രമണീയകവുമായ ഈ അഭ്യാസകർമ്മം അമൃതധാര പോലെ മധുരതരവും ധാർമ്മികത്വത്തിലേക്ക് നയിക്കുന്നതുമാണ്. ഇത് ഹൃദയത്തിൽ നിറച്ച് ശ്രദ്ധയോടും ആദരവോടും കൂടി അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്താൽ ഭക്തി വികസിക്കുകയും അത് ചിത്തത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടുകയും ചെയ്യും. അങ്ങനെയുള്ള മാനസികാവസ്ഥയിലെത്തിയ ഒരുവൻ്റെ ചിത്തത്തിൽ ഭക്തിയോഗത്തിൻ്റെ ഒരു നല്ല വിത്തിട്ടാൽ അത് ഉത്തമ ക്ഷേത്രത്തിലെന്ന പോലെ മുളച്ച് വളരും.
എന്നോട് പ്രേമപൂർവകമായ ഭക്തിയും എന്നെ എല്ലാറ്റിലും എല്ലാവുമായി കരുതി ഞാനാണ് പരമലക്ഷ്യമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ യോഗികൾ. അവരാണ് യഥാർത്ഥ ഭക്തന്മാർ. അവരുടെ കാര്യത്തിൽ എനിക്ക് അഖണ്ഡിതമായ ഉത്കണ്ഠയുണ്ട്. ഭക്തി കഥകൾ കേൾക്കുന്നതിൽ ഇഷ്ടമുള്ളവർ പുണ്യപുരുഷന്മാരാണ്, പുണ്യതീർത്ഥങ്ങളാണ്, പുണ്യക്ഷേത്രങ്ങളാണ്. ഞാൻ അവരെപ്പറ്റി ധ്യാനിക്കുന്നു. അവർ എൻ്റെ അർച്ചനാ ദേവതകളാണ്. അവരെക്കാൾ ശ്രേഷ്ഠരായി ഞാൻ ആരെയും കരുതുന്നില്ല. അവർ നിധിനിധാനങ്ങളാണ്. അവരെ കാണുന്നതിൽ എനിക്ക് അതിയായ സംതൃപ്തിയുണ്ട്. അവരിൽ ഞാൻ ആസക്തനാണ്. എന്നാൽ അല്ലയോ അർജുന, മറ്റു ഭക്തന്മാരുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പ്രശംസ ചൊരിയുന്നവരെയും എൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി സ്തുതിഗീതം പാടുന്നവരെയും ശ്രേഷ്ഠ ദേവന്മാരായി ഞാൻ കരുതുന്നു. സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു, ജഗത്തിൻ്റെ മൂലാധാരവും ഭക്തന്മാർക്ക് ആനന്ദദായകനുമായ ഭഗവാൻ മുകുന്ദൻ ഇപ്രകാരം പറഞ്ഞു. അല്ലയോ മഹാരാജാവേ, നിർമ്മലനും പരിപൂർണനും കാരുണ്യവാനും ശരണാഗത പരിപാലകനും സനാതന ധർമ്മരക്ഷകനും ഭക്തജന വത്സലനും കലാനിധിയും വൈകുണ്ഠനാഥനുമായ ഭഗവാൻ അർജുനനോട് പറഞ്ഞതെല്ലാം അവൻ ശ്രദ്ധയോടെ കേട്ടു. ഇനിയും കൃഷ്ണൻ തുടർന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അങ്ങയോട് പറയാം. സഞ്ജയൻ പറഞ്ഞു നിർത്തി. ജ്ഞാനേശ്വരൻ പറയുന്നു, അല്ലയോ ശ്രോതാക്കളെ, രസനീഷ്യന്തിയായ ഈ കഥ മറാത്തി ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക. മഹാത്മാക്കളായ നിങ്ങളോട് എങ്ങനെയാണ് അനുനയത്തോടെ പെരുമാറേണ്ടതെന്ന് എൻ്റെ ഗുരു നിവൃത്തിനാഥ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ ഭക്തിയോഗോ നാമ ദ്വാദശോऽധ്യായഃ. ഹരി ഓം. ഭക്തിയോഗം എന്ന 12-ാം അധ്യായം കഴിഞ്ഞു.